ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ നമ്മുടെ മുംബൈ ട്രിപ്പിലേക്കുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി 2:30 കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫുഡ് കൊണ്ടു തന്നു. ഒരു സ്നാക്ക് കിറ്റാണ് പ്രാർത്ഥന ഓർഡർ ചെയ്ത്. 2 ബിസ്ക്കറ്റും കുറച്ച് നട്ട്സും ഒരു ജ്യൂസും ഒരു വെജ് സാൻഡ്വിച്ചും ആയിരുന്നു. വെജ് സാൻഡ്വിച്ച് ഒരു തോൽവിയായിരുന്നു. ബാക്കി ജ്യൂസൊക്കെ അടിപൊളിയായിരുന്നു, ആ നട്ട്സും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ജംഗ്ലി സാൻഡ്വിച്ച്, ഉപ്പുമാവ്, വടാപ്പാവൊക്കെ ഓർഡർ. വടാപ്പാവൊന്നും അത്ര സുഖമില്ല, പക്ഷേ സാൻഡ്വിച്ചും ഉപ്പുമാവും ഒക്കെ കിട്ടുന്നായിരുന്നു. ഉപ്പുമാവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മാത്രമേ ഇത്ര ലേറ്റ് നൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിലെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാൻഡ് ചെയ്യാൻ ടൈമായി. ഞാൻ പ്രാർത്ഥനയെ വിളിച്ചപ്പോൾ അതേ പ്രാർത്ഥന ഇങ്ങനെ ഇരുന്നുറങ്ങുക. ജിംനാസ്റ്റിക് ആയതുകൊണ്ട് എന്തും ആവാന്നാ, ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങണോ. പിന്നെ വിധത്തിൽ അവളെ കുത്തിപ്പൊക്കി നമ്മുടെ ഫ്ലൈറ്റ് വെളുപ്പിനാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ മുംബൈ എയർപോർട്ടിൽ തന്നെ നമ്മൾ ഫ്രഷായി. നമ്മൾ ഓൾറെഡി ക്യാബ് ബുക്ക് ചെയ്തു മുംബൈ ദർശനത്തിന് വേണ്ടി. റൗണ്ട് ട്രിപ്പ് ക്യാബ് സർവീസാണ് നമുക്ക് വണ്ടി കൊണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ വണ്ടിയായിരുന്നു. ആകെ ഒരു ചെറിയ പ്രശ്നം CNG ആയിരുന്നു. അത് നിങ്ങൾ നേരത്തെ വിളിച്ച് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലഗേജ് കയറ്റാൻ പറ്റില്ല. നമ്മൾ ഇത്രയും പേരിലുള്ളത് കൊണ്ട് പ്രശ്നമില്ലാതെ അത് മാനേജ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു അടിപൊളി ക്യാബ് സർവീസാണ്. നല്ല കാറായിരുന്നു, നല്ല കണ്ടീഷനുള്ള കാറായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് സീലിംഗ് വ്യൂ കാണാനാണ്. കിട്ടില്ല വ്യൂ. ഞാൻ ഈവനിങ്ങിലാണ് ഈ വ്യൂ കണ്ടിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ഇത്ര നേരത്തെ 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്ര നേരത്തെ ഒരു വ്യൂ കാണാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിരുന്നു. മുംബൈയിൽ അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ ഒരുപാട് ദൂരം ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കവർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുംബൈ ദർശനം വേണമെങ്കിൽ അവിടെ മുംബൈ ദർശനം ബസ്സൊക്കെ അവൈലബിൾ. 350 റുപ്പീസിന് എൻറ്റയർ ഡേ കറക്കുന്ന ബസ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ക്യാബായിട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് മാത്രം പോയിട്ട് വരും. അങ്ങനെ അടുത്ത നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ടെമ്പിളായിരുന്നു. ടെമ്പിളിലേക്ക് പോകുന്ന വഴി നല്ല രസമാണ്. ടെമ്പിളിൻ്റെ ഇവിടെ വരെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാമറ അലൗ ചെയ്യില്ല. അങ്ങനെ നമ്മൾ പോയി തൊഴുതു ആരതിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഒരു ബാഗിൻ്റെ അടുത്ത് നിന്ന് ചായ കണ്ടപ്പോൾ ചായ കുടിക്കാനായിട്ട് അവിടെ നിന്നു. കിട്ടിലൻ ചായയായിരുന്നു. പുള്ളി ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു രസമാണ്. നീമിൻ്റെ ലീവ്സും ജിഞ്ചറും ഒക്കെ ഇട്ടൊരു കിട്ടിലൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അവിടെ നല്ല സ്മെല്ലുമായിരുന്നു. അപ്പം ഞാൻ നല്ല ചായയാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം സൗത്ത് സൈഡിൽ നിന്ന്, അപ്പം തന്നെ ഇവർ റേറ്റ് കൂട്ടും. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 രൂപയുടെ ചായക്ക് എൻ്റെ 40 രൂപയാണ് വാങ്ങിയത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോയത് മറൈൻ ഡ്രൈവ് കാണാനാണ്. മറൈൻ ഡ്രൈവിൽ വെളുപ്പിന് പോകാൻ അടിപൊളിയാണ്. നടക്കാനും ജോഗ് ചെയ്യാനും പെറ്റ്സിനെയും കൊണ്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടേക്ക് നടന്നു. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഞങ്ങൾ ഇത് കണ്ടതുകൊണ്ട് അമ്മയും അച്ഛനെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് മുംബൈ ദർശനം എടുത്തത്. അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു. മോർണിംഗ് വ്യൂ അടിപൊളി, അധികം വെയിലൊന്നുമില്ല, നല്ല സുഖമായിട്ട് പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ താജ് ഹോട്ടലോ എന്തൊരു ഭംഗിയായിരുന്നു അവിടെ പോയി നിൽക്കാമെന്നറിയോ. അപ്പം ഒരു മരം നിറയെ പ്രാവാണ്. അന്ന് പോയപ്പോൾ എനിക്ക് ഈ പ്രാവിനെ അധികം കളിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് വന്ന് എൻ്റെ ഷോളൊക്കെ വെച്ചിട്ട് പ്രാവിനെ ഓടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു മരത്തിൽ നിറയെ പ്രാവാണ്. അത് കൂടാതെ അവർ ഗേറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിറയെ പ്രാവാണ്. അപ്പം ഞാൻ ഓടിക്കണമാണ് ഈ പ്രാവ് ഞാൻ ഒന്ന് പറക്കുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രാവ് പറക്കുന്നില്ല. അവസാനം ഞാൻ എൻ്റെ ഷോൾ ഊരി ഇങ്ങനെ ശരിക്കും പ്രാവിനെ പേടിപ്പിച്ചു. ഒരു 2-3 പ്രാവശ്യം പേടിപ്പിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് എന്നെ ചീത്ത പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേഗം ഓടിപ്പോന്നു. പിന്നെ അതിൻ്റെ പുറത്ത് കണ്ട ഒരു ലേക്കൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ബോട്ട് സർവീസ് നടത്തുന്നത്. ഇങ്ങനെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുംബൈ ദർശനം പെട്ടെന്ന് പോയ ഒരു വീഡിയോ ആണ്. ദെൻ അവിടേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിശന്നിട്ട് വയ്യാം. അപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു 2 കിലോമീറ്ററിന് അടുത്ത് തന്നെ ഒരു മദ്രാസ് കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് പോയി. അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു സ്പെഷ്യൽ സാധനമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. സാബുദാന വട, മെതുവട ഉണ്ടായിരുന്നു നമ്മുടെ ഉഴുന്നുവട, അതുകൂടാതെ സാബുദാന വട. എനിക്ക് കഴിച്ചിട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയെ കൊണ്ടും കഴിപ്പിച്ചു, അമ്മയ്ക്കും അത് ഇഷ്ടമായി. പിന്നെ അവരുടെ കോഫി പറയാതെ വയ്യ. കിട്ടിലൻ ചായയും കിട്ടിലൻ കോഫിയായിരുന്നു. കോഫിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ചായയായിരുന്നു, കിട്ടിലൻ ചായയായിരുന്നു. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മുംബൈയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ മറക്കണ്ട. മദ്രാസ് കഫേ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ 3 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് വരുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ CSMT സ്റ്റേഷനാണ്, ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ പോയി. അന്ന് എനിക്കവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി. അപ്പോൾ അമ്മയ്ക്ക് ലോക്കൽ ട്രെയിനിൽ ആളുകൾ വന്നിറങ്ങണം എങ്ങനെ ഞാൻ വന്ന ശേഷം ഒരുപാട് വിശദീകരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ അമ്മയും കൊണ്ട് പോയി ഇന്ന് കാണിച്ചു കൊടുത്തു എന്താണ് അവിടുത്തെ തിരക്ക്.
പിന്നെ ഒരു ട്രെയിനിന് ഫുൾ ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ ട്രെയിനിലൊക്കെ പോയി ഇങ്ങനെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ ഭയങ്കര സ്പീഡിൽ ബാക്കിലേക്ക് എടുത്തു. ഭാഗ്യം ഞങ്ങളതിൽ പെട്ടുപോകാതിരുന്നത്. അപ്പോഴത്തേക്കും അടുത്ത ട്രെയിൻ വന്നു. അവിടുന്ന് ഈ തിരമാല വരില്ലേ, അതുപോലെയായിരുന്നു ആളുകൾ ഇറങ്ങി വന്നിരുന്നത്. പിന്നെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇങ്ങനെ പണ്ട് ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സമയത്ത് മരിച്ചുപോയ സ്മൃതി മണ്ഡപമൊക്കെ ഉണ്ട്. അവിടുത്തെ ബുള്ളറ്റ്സിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ മാറ്റിയെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ യാസ്ദാനി ബേക്കറിയാണ്. ഇവിടെ ഒരു ഫേമസ് ബേക്കറിയാണിത്. ഇതും 1950 മറ്റോ സ്റ്റാർട്ട് ചെയ്ത ബേക്കേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൺ മസ്കയാണ്. അവരുടെ തന്നെ ഒരു ബേക്ക് ചെയ്ത ബണ്ണിൽ ഇഷ്ടംപോലെ ബട്ടർ, അമൂലിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്യണേ. എനിക്കൊന്ന് അമൂലിൻ്റെ ബട്ടർ അവർക്ക് ഫ്രീ കിട്ടണമെന്ന്. അത്രയും ബട്ടറാണ് ഈ മുംബൈക്കാർ യൂസ് ചെയ്യും. ബട്ടറും ചീസും ഇല്ലാത്തൊരു കളിയില്ല. അത് ഫുള്ള് തേച്ചിട്ട് നമുക്ക് ബട്ടർ ഇങ്ങനെ ആ ബണ്ണിങ്ങനെ കട്ട് ചെയ്ത് തരും. അതുകൂടാതെ ഇവിടെ ഫോർച്യൂൺ കുക്കീസ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി. 25 റുപ്പീസാണ്. നല്ല കിഡിലും കുക്കീസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 74 വർഷം പഴക്കമുള്ള ഇവിടുത്തെ സ്പെഷ്യൽ കുക്കീസ് മാത്രമല്ല, ഇവരുടെ ബൺ മസ്കയും നല്ല ഒരു അടിപൊളി രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളതിൻ്റെ അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ എന്താ പറയുക, അതതിൽ കാണാനുണ്ട്. ആ ഒരു പ്രത്യേകത നമുക്കതിൽ ഫീൽ ചെയ്യും കഴിക്കുമ്പോൾ. ബേക്കേഴ്സൊക്കെ വളരെ ചെറുതാണ് കേട്ടോ, അത്ര വലിയ പോഷ് സ്റ്റൈലൊന്നുമല്ല, പക്ഷേ ക്വാളിറ്റി സാധനമാണ്. കുക്കീസും നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച എൻ്റെ ഒരു ഫോർച്യൂൺ പേപ്പർ എനിക്കതിൽ നിന്ന് കിട്ടി. എൻ്റെ ഹാർഡ് വർക്കിന് എനിക്ക് പേ ഓഫ് ചെയ്യുന്നതാണ് അതിൽ എഴുതിയിരുന്നത്. പിന്നെ എൻ്റെ ലക്കി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുക്കീസ് എല്ലാവർക്കും മേടിച്ചു. എല്ലാവർക്കും ഇതുപോലെ ഓരോരോ നോട്ട് അതിൽ കിട്ടും. അപ്പോൾ ഒരു രസം, നമുക്ക് കുക്കീസ് കഴിക്കുമ്പോൾ നമ്മുടെ ഫോർച്യൂണും അറിയാൻ പറ്റുന്നുള്ള രസം. ഇത് കൂടാതെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേയൊക്കെ എനിക്ക് അവിടുത്തെ ഓണർ കഴിക്കാൻ തന്നു. അവിടെ ഒലിവ് ഓയിലിൻ്റെ റസ്ക് ഉണ്ട്, പിന്നെ ഒരുപാട് മൾട്ടിഗ്രെയിൻ ടൈപ്പ് റസ്കും ബ്രെഡും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, നല്ല ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റൊക്കെയുള്ള ഒരുപാട് പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർ എന്തായാലും വന്ന് ചെയ്യൂ. യാസ്നി ബേക്കേഴ്സ്. ഇതും ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഇതിന് തൊട്ടടുത്ത് ഇത് കോട്ടൻ്റെ അടുത്താണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് നിറയെ ഫ്രൂട്ട്സ് കട്ടിങ് 20 റുപ്പീസാണ് ഒരു പ്ലേറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നെക്സ്റ്റ് നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് SBIയുടെ വലിയ പടുകൂറ്റൻ കെട്ടിടമൊക്കെ ഉണ്ട്. നമുക്ക് വഴി തെറ്റി. പിന്നെ നമുക്ക് അവിടെ ഒരു അങ്കിളാണ് വഴിയൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അവസാനം ഞാൻ എൻ്റെ സ്പോട്ടിലെത്തി. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്കാണ് കൊണ്ടുപോകണം. ഇതും ഇതുപോലെ തന്നെ കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇതൊരു 19 വർഷം പഴക്കമുണ്ട്. ഒരു ഐസ്ക്രീം ഷോപ്പാണ്. മുംബൈയിൽ എല്ലാവർക്കും അറിയായിരിക്കും റസ്റ്റം ഐസ്ക്രീം, റസ്റ്റം ആൻഡ് കോ. കിടിലൻ ഐസ്ക്രീമാണ്. അതായത് ഇവരും ഇതുപോലെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇതൊക്കെ കുറേ മുംബൈക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ. ഒരു പ്രത്യേകത, കുറച്ച് ഒരുപാട് വർഷം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഐസ്ക്രീം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വികാരമാണ് അവരുടെ. ഇവിടുത്തെ നീറ്റ്നെസ് നമ്മളധികം നോക്കാൻ പോകരുത്. നീറ്റ്നെസ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബട്ട് സാധനം ഓക്കെ, ഗുഡാണ്. 2 വേഫേഴ്സ് പോലത്തെ ഒരു ബിസ്ക്കറ്റ് വെച്ച് നടുക്ക് ഐസ്ക്രീം വെച്ച് തരും. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ റസ്റ്റം ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഫ്ലേവർ റോസ്റ്റഡ് ആൽമണ്ട് ആയിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തു, അത് കൊള്ളാം. ദെൻ പിന്നെ ഒരു കേസർ പിസ്ത ഉണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റ് വാനില, പിന്നെ അവർക്ക് ഒരുപാട് മാംഗോ ഉണ്ടായിരുന്നു, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് സർദാർജി പാവ് ഭാജി കഴിക്കാനാണ്. പാവ് ഭാജി എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സർദാർജി പാവ് ഭാജി കഴിക്കാനായിട്ട് അത് തപ്പിപ്പോയി നെക്സ്റ്റ് സ്പോട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇത് ഫുൾ തീർക്കണമല്ലോ, ഞാൻ ഇവിടുന്ന് ഒരു പാഴ്സൽ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അട്ടിപ്പാവ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ റെസ്റ്റ് ഓഫ് ഐസ്ക്രീമിൻ്റെ റേറ്റ് വരുന്നത് 100 സ്റ്റാർട്ടിങ്, പിന്നെ 150 ആ റേഞ്ചിൽ വരും കേട്ടോ. അപ്പോൾ കിടിലൻ പാവ് ഭാജിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച ഞാൻ വണ്ടിയിലിരുന്ന് തന്നെയാണ് കഴിച്ചത്. ദെൻ അടുത്ത സ്പോട്ട് ഫസ്റ്റ് ഹാജി അലി, മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയി ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അവിടെ നിന്ന് ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഹാജി അലി സ്പെഷ്യൽ മിക്സഡ് ഫ്രൂട്ട് ക്രീമും മേടിച്ചു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അവിടെ ഇതല്ലാതെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഫെറോ റോച്ചർ ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും കരിക്കാണെങ്കിലും സീതാഫലാണെങ്കിലും അങ്ങനെ നമ്മുടെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫ്രഷ് ക്രീം അവൈലബിൾ ആണ്. പിന്നെ അടിപൊളി ജ്യൂസ്. ഒരു ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ അവരുടെ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്. അപ്പോൾ മുംബൈയിൽ ഫസ്റ്റ് ഹാജി അലി പോയി ഭക്ഷണം കഴിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും സാധിച്ചു.
ഒറ്റ ദിവസം കൊണ്ട് ഫുൾ മുംബൈ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം എല്ലാ സ്പോട്ടും അത്യാവശ്യം ഫുഡ് സ്പോട്ടും ഒക്കെ കവർ ചെയ്തു. അത്യാവശ്യം ഫിലിം സ്റ്റാർസിൻ്റെ വീഡിയോ ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ദെൻ നമ്മൾ നേരെ പോയത് UP-യിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നേരെ LTT റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് നമുക്ക് ദുരന്തോ എക്സ്പ്രസ്സിന് UP-യിൽ പോകണം, പ്രയാഗ്രാജിൽ പോകണം. മോളുടെ നാഷണൽ കോമ്പറ്റീഷൻ നടക്കുകയാണ് ജിംനാസ്റ്റിക്സിൻ്റെ. LTT റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഒക്കെ ഉണ്ട്. നമുക്ക് ട്രെയിൻ വന്നവരെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ബൈ.